വലുതാവുമ്പോൾ ടോമോയുടെ മുഖം ഏറെക്കാലത്തേക്ക് മ്ലാനമായിരുന്നു. കുട്ടികൾ എപ്പോഴും യാസ്വാക്കിച്ചാനെ കുറിച്ച് ഓർത്തു, പ്രത്യേകിച്ചും ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ. യാസ്വാക്കിച്ചാൻ ഇനി ഒരിക്കലും തീവണ്ടി മുറിയിലേക്ക് വരില്ലെന്ന കാര്യം അവർ നിമിഷ നേരത്തേക്ക് മറന്നു. അവൻ ക്ലാസ്സിലെത്താൻ വൈകുന്നത് എന്തേ എന്ന് ഒരു വേള അവർ സംശയിക്കും. പിന്നീടാണ് പെട്ടെന്നൊരു നടുക്കത്തോടെ അവർ സ്വയം ഓർമ്മിപ്പിക്കുക, യാസ്വാക്കിച്ചാൻ ഇനി വരില്ല, ഒരിക്കലും വരില്ല. കുറച്ചു കുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിന് മേന്മകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇത്തരം അവസരങ്ങളിൽ അത് വല്ലാത്തൊരു വേദനയാണ്. യാസ്വാക്കിച്ചാന്റെ അഭാവം ക്ലാസ്സിലാകെ നിറഞ്ഞു നിന്നു. ആർക്കും നിശ്ചിതമായ സീറ്റുകൾ ഇല്ലെന്നതായിരുന്നു ഒരേ ഒരു ആശ്വാസം. അവന് ഒരു പതിവ് ഡെസ്കും കസേരയും ഉണ്ടായിരുന്നെങ്കിലോ? എങ്കിൽ അതിപ്പോൾ ക്രൂരമായൊരു ശൂന്യതയുടെ ഒഴിഞ്ഞു കിടന്നേനെ. വലുതാവുമ്പോ എന്താവണം? ഈ അടുത്ത കാലത്തായി ടോട്ടോച്ചാൻ ഏറ്റവും ഗൗരവത്തോടെ ആലോചിക്കാൻ തുടങ്ങിയ വിഷയമാണിത്. കുറെ കൂടി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു തെരുവ് പാട്ടുകാരിയോ ബാലെ നർത്തകിയോ ആകാനായിരുന്നു ആഗ്രഹം. ടോമോയിലേക്ക് വന്ന ആദ്യ ദിനങ്ങളിൽ അവളുടെ ചിന്ത മുഴുവൻ ഒരു തീവണ്ടി ആപ്പീസ് ടിക്കറ്റ് കളക്ടർ ആകുന്നതിനെ കുറിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് പുതിയതെന്തെങ്കിലും കണ്ടുപിടിക്കണമെന്നായി. കുറെ കൂടി അസാധാരണത്വമുള്ള, എന്നാൽ പെണ്ണത്തമുള്ള ഒരു ജോലി. ആശുപത്രിയിൽ നേഴ്സായാലോ അവൾ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ പഴയ മുറിവേറ്റ സൈനികരെ ഓർമ്മ വന്നു. അന്നവൾ കണ്ടതാണ് നേഴ്സുമാരുടെ ദയവില്ലാത്ത കുത്തിവയ്പും മറ്റും. വേണ്ട, ആ ജോലി ഏതായാലും വേണ്ട. ഇനി അവൾക്ക് പറ്റിയ പണി എന്തുണ്ട്? ടോട്ടോച്ചാൻ ചുഴിഞ്ഞ് ആലോചിച്ചു. ഹായ്, അത് തന്നെ. പെട്ടെന്ന് അവളുടെ ഹൃദയം ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു. ഉവ്വ്, അത് തന്നെ. സത്യത്തിൽ അക്കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചതാണല്ലോ. അവൾ തായിച്ചാനെ സമീപിച്ചു. അവൻ ആൽക്കഹോൾ ബർണറിന് തീ കൊളുത്തി പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനേ ചാരപ്പണിക്ക് പോയാലോന്ന് ആലോചിക്കുക, അഭിമാനപൂർവം അവൾ അറിയിച്ചു. തായ്ച്ചാൻ തീനാളത്തിൽ നിന്ന് മുഖം തിരിച്ചു. ചാരി നിൽക്കുന്ന ടോട്ടോച്ചാനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം ഒരു നിമിഷത്തേക്ക് അവന്റെ കാഴ്ച ജാലകം കടന്ന് പുറത്തേക്ക് പോയി. അവൻ ചിന്തിക്കുകയായിരുന്നിരിക്കണം. വീണ്ടും ടോട്ടോച്ചാന് നേരെ തിരിഞ്ഞ് ബുദ്ധിയും മുഴക്കവുമുള്ള ശബ്ദത്തിൽ ലളിതവും നേർത്തതുമായ വാക്കുകളാൽ അവൻ മറുപടി പറഞ്ഞു. അതവൾക്ക് സ്പഷ്ടമായി മനസ്സിലാവുകയും ചെയ്തു. ചാരപ്പണിക്ക് പോവുകയാണെങ്കിലേ, അവൻ പറഞ്ഞു, സൂത്രപ്പണി പഠിക്കണം. മാത്രമല്ല ഒരുപാട് ഭാഷകളും അറിഞ്ഞിരിക്കണം. തായ്ച്ചാൻ ഒന്ന് നിർത്തി. ഒരു നിശ്വാസത്തിന് ശേഷം നിസ്സങ്കോചം അവളുടെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി ഏച്ചുകെട്ടലുകളില്ലാതെ അവൻ പറഞ്ഞു, ചാരത്തി പെണ്ണാകണമെങ്കിൽ ഒന്നാമതായി സുന്ദരി ആയിരിക്കണം. തായ്ച്ചാന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മിഴികൾ മെല്ലെ പിൻവലിച്ച് തല താഴ്ത്തി ടോട്ടോച്ചാൻ നിന്നു. വീണ്ടും അല്പനേരത്തെ മൗനം. നേർത്ത സ്ഥലത്തിൽ ആലോചനാപൂർവം തായ്ച്ചാൻ തുടർന്നു. പിന്നെ ഇത്തവണ അവന്റെ കണ്ണുകൾ മറ്റെവിടെയോ ആയിരുന്നു. എനിക്ക് തോന്നണില്ല നിന്നെ പോലൊരു കിൽക്കാമ്പെട്ടിക്ക് ചാരപ്പണി കിട്ടുന്നു. ടോട്ടോച്ചാന്റെ വായടഞ്ഞു പോയിരുന്നു. അവളുടെ മുഖം ഇരുണ്ടു. താൻ ചാരപ്പണിക്ക് പോകുന്നതിന് അവൻ എതിർത്തതുകൊണ്ടല്ല, അവൻ പറഞ്ഞത് സത്യമായതുകൊണ്ട്. അവയൊക്കെയും അവളും സംശയിച്ച കാര്യങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും ഒരു ചാരപ്പെണ്ണിന് വേണ്ട കഴിവുകൾ ഒന്നും തന്നെ തനിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്കറിയാം, തന്നോടുള്ള വിരോധം കൊണ്ടല്ല തായ്ച്ചാൻ അങ്ങനെ പറഞ്ഞത്. അതെല്ലാം സത്യമാണ്. ചാരപ്പണി എന്ന ആശയം ഉപേക്ഷിക്കുകയേ നിവൃത്തിയുള്ളൂ. അവനുമായി ആ വിഷയം വിശദമായി സംസാരിച്ചാലോ? പക്ഷേ അവൾ ആലോചിച്ചു. ബഹുവിശേഷം തന്നെ. തന്നോട് തന്നെ അവൾ പെറുപിറുത്തു. ഒരേ പ്രായമായിരുന്നിട്ടും തനിക്കറിയാവുന്നതിലും ഒരുപാട് കാര്യങ്ങൾ തായ്ച്ചാൻ അറിയാമല്ലോ. താൻ ഒരു ഫിസിക്സ് ഗവേഷകനാകാൻ ആഗ്രഹിക്കുന്നതായി തായ്ച്ചാൻ അവളോട് പറഞ്ഞെന്നിരിക്കട്ടെ. മറുപടിയായി വിളമ്പാൻ എന്ത് ത്രിലോക മണ്ടത്തരമാണ് അവളുടെ കൈവശമുള്ളത്? അവൾ പറഞ്ഞേക്കും, ഉവ്വ്, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ആൽക്കഹോൾ ബർണറുകളൊക്കെ അസലായി കത്തിക്കുന്നുണ്ട് നീ. വിഡ്ഢിത്തമാണെന്നതോ പോകട്ടെ, വെറും കുട്ടിത്തം നിറഞ്ഞതായി പോകും ആ പ്രതികരണം. അതെ അതെ, ഇറ്റ്സുവിനേക്ക് ഇംഗ്ലീഷിൽ ഫോക്സ് എന്നാണെന്നും ഇറ്റ്സുവിന് ഷൂസ് എന്നാണെന്നും നിനക്കറിയാമല്ലോ. തീർച്ചയായും നിനക്കൊരു ഫിസിക്സ് ഗവേഷകനാകാൻ പറ്റും. എന്നാക്കിയാലോ മറുപടി? ഏയ്, പോരാ പോരാ, അതും അത്ര പന്തിയല്ല. ഏതായാലും ഒരു കാര്യം അവൾക്കുറപ്പായിരുന്നു, തായ്ച്ചാൻ ജനിച്ചത് മഹത്തായ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അവൾ ആദരപൂർവ്വം അവനെ നോക്കി.
ബർണറിന് മുകളിലെ ഫ്ലാസ്കിൽ രൂപം കൊള്ളുന്ന കുമിളകളെ സശ്രദ്ധ നിരീക്ഷിക്കുകയായിരുന്നു തായ്ച്ചാൻ. മധുരമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ശരിയാ, എനിക്ക് ചാരപ്പണി കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലേ നീ വളരെ പ്രധാനപ്പെട്ട ആരോ ആവുമെന്ന് എനിക്ക് ഉറപ്പാ. തായ്ച്ചാൻ തല ശക്തിയായി ചൊറുകയും എന്തോ പിറുപിറുക്കുകയും ചെയ്തു. ശേഷം മുന്നിൽ തുറന്നു കിടന്നിരുന്ന പുസ്തകത്തിനുള്ളിലേക്ക് സ്വയം നഷ്ടപ്പെട്ടു. ഒരു ചാരനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തനിക്ക് എന്താകാൻ കഴിയും? കൊച്ചു ടോട്ടോ വിസ്മയം കൊണ്ടു. തായ്ച്ചാന്റെ ചാരെ അവന്റെ ബർണറിലെ നീല വെളിച്ചത്തിലേക്ക് നോക്കി നിശ്ചലയായി നിൽക്കുകയായിരുന്നു അവൾ.